ഹലോ. ഹലോ. ഹായ്. അങ്ങോട്ടും എന്താണ് മേതുട്ടി? പടക്കപ്പെട്ടൊന്ന് പേടിച്ചു പോയിന്ന്. ഇത് അമ്മാമി നോക്കുന്നുണ്ടല്ലോ. കുറ്റ്യാട്ട കലവറ അല്ലേ? അപ്പൊ നമ്മളിവിടെ കുറ്റ്യാട്ട് തെയ്യം തുടങ്ങി. ഇന്ന് കലവറക്കല്, നാളെ പരിപാടികളെല്ലായിട്ടല്ലേ? ഒരു 3-4 ദിവസത്തേക്ക് പരിപാടി ഉണ്ടല്ലേ? 5 ദിവസത്തെ പരിപാടിയാണ്. അപ്പം നമ്മളെ ഈ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ അവരെ ഇത് പോകുന്നുണ്ടായിരുന്നു, കലവറ. അപ്പം ഏതോട്ട് ഇങ്ങനെ ടി വി കഴിഞ്ഞില്ല. കഴിഞ്ഞു മേതോട്ടി, കഴിഞ്ഞു. ഏതോട്ടി ടി വി ആണ് എടുക്കുന്ന വന്നതാ, നേരെ തിരിച്ചോടും ഇന്ന്. അപ്പം അതിയുഗ്രമായ ക്യാരം ബോർഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂട്ടൻ പോയി ഇന്നത്തെ കളിയില്. മണിക്കൂട്ടൻ ഔട്ടായടാ. അടിപൊളി. ഇതാ ക്യാരം ബോർഡ് തകർത്ത. കാഴ്ച വന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് നമ്മുടെ കളീന്റെ ഇടക്കായോണ്ട് എണീച്ചിട്ടില്ല. കളീന്റെ അങ്ങ് ത്രില്ല് കയറിപ്പോയി നമുക്ക്. പോയത് തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. അല്ല, അങ്ങനെ പോയി മണിക്കൂട്ടം പോന്നല്ലല്ലോ. എങ്ങനെ ഔട്ട് ചെയ്ത് മണിക്കൂട്ടാ? ഇന്ന് മണിക്കൂട്ട ഡേ ആയിരുന്നില്ല. ഓ, അത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മണിക്കൂട്ടൻ ഔട്ടായതുകൊണ്ടില്ല വിഷമം. കരയരുത്, കരയുണ്ട് മണിക്കൂട്ട. പൗഡറുണ്ട് വായിലല്ലായിട്ട്. മേതൂട്ടി കളിക്കുന്നില്ലേ? ഓ, ഇവിടെ കോയിൻ സൂക്ഷിപ്പുകാരെല്ലാം വേണം എനിക്ക്. കോയിൻ ആളെ ആക്കി സൂക്ഷിച്ചു വെക്കാൻ. ഇല്ല, എന്റെ മടിയിൽ തന്നെ ഉണ്ട്. ശ്രീകുട്ടൻ 2 മണിച്ച് അമ്മയാണ് ഇപ്പൊ 5 മേടിച്ചു. ഇപ്പൊ 4 ഓ, ആദർശേട്ടൻ അങ്ങ് കുന്നു കൂട്ടി വെക്കുന്നുണ്ട് കേട്ടാ. ആരിക്കോരി ശ്രീകുട്ട, ശ്രീകുട്ടൻ എത്ര ഇല്ലത്? ഔട്ടായാ? 4 കിട്ടിയിട്ടുണ്ടല്ലേ? 2 ഓ, അമ്മേനെ സഹായിക്കുന്ന മേതൂട്ടിയാണ് കേട്ടോ. മേതൂട്ടിയാണ് എല്ലാം സൈഡിലെടുത്ത് വെക്കുന്നത്. വേണ്ട, റിസ്ക് എടുത്തിട്ടൊന്നും കളിക്കുന്നില്ല. പോയി അതുങ്ങളെ പറഞ്ഞു പറഞ്ഞ കളി നശിച്ചു പോയി. ഇന്നത്തെ പുള്ളി കേരംസ് പ്രിയന്റെ കേരംസുകൾ അതിയുഗ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, എല്ലാം ഇപ്പുറത്തേക്ക് പോയി. ആദർശിന്റെ ഭാഗത്തേക്കും ശ്രീകുട്ടൻ. ഫ്രീ ആയിരുന്നു നീ കേരംസ് പഠിച്ചത്? പണ്ട് കളിക്കലുണ്ട് നമ്മുടെ യശോദന്മാരെ വീട്ടിന്ന്. നമ്മളെല്ലാരും കളിക്കലുണ്ട്. നമ്മുടെ ഇവിടുത്തെ കുറെ ഏട്ടന്മാരെല്ലാം. അതെയാ? ആടുന്ന നീ പഠിച്ചതല്ലേ? അടുത്തുണ്ട് ക്യാരം ബോർഡ്. അതെയാ? ആടുന്ന കളിച്ച് പഠിച്ചേ. ഇപ്പം പിന്നെ ഇവര് 2-3 വട്ടമായില്ലേ കൊണ്ടുവരുന്നത്. അങ്ങനെ മേതൂട്ടി കളീൻ്റെ അടുക്കുന്ന ചൂടിച്ചിട്ട് വന്നു. എന്താ മേതൂട്ടി കാരണം? ചൂടിച്ചിട്ട് വരുന്ന കാരണം പറയാറാ? കാരണം ഞാനൊന്ന് കേരം കളിക്കാൻ പോയി. എന്നിട്ട് മണി എടുത്ത് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ നൂറില്. അതാണല്ലേ? അങ്ങനെ മേതൂട്ടിക്ക് ദേഷ്യം വന്നു. മേതൂട്ടിയും അമ്മാമിയും മേതൂട്ടി അമ്മാമിയും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവരെ പ്ലാൻ മാറ്റി. ഇവരെന്ത് ഇനി TV കാണാന്ന് വെച്ചിട്ട് മേതൂട്ടിക്ക് അമ്മ അല്ലേ? അപ്പം പ്രിയ പറഞ്ഞു മേതൂട്ടി പോയിട്ട് സിനിമ കണ്ടു. എക്സസൈസ് ചെയ്യുന്നു. ഇതൊന്ന് എക്സസൈസ് ചെയ്യാ. എന്താ പരിപാടി? എന്താ പരിപാടി? ഇങ്ങോട്ട് നോക്കിയേ. മതി. ഇനി സിനിമ നമുക്ക് ടിവിന്റെ ലോക്ക് ഓണാക്കി. ലോക്ക സ്വിച്ച് ടിവിന്റെ സ്വിച്ച് ഓണാക്കി. സ്വിച്ച് ഓണാക്കി. ഇല്ല, സ്വിച്ച് ഓണാക്കി. സ്വിച്ച് ഓണാക്കേ. ഞാൻ ഓഫാക്കിയതാണ്. ഇപ്പൊ ഓക്കെ അല്ലേ?
നല്ല ചൂടുണ്ടാ അല്ലേ? ഭയങ്കര ചൂടുണ്ട്. ഫാൻ ഇട്ടു കിട്ടും. ഞാനാ ഇനി അമ്മാമയും മോളും ഇരുന്ന് പഠിപ്പിച്ചിട്ടേ. ഇത് സിനിമ കാണാം. സിനിമയല്ല, എന്തെങ്കിലും എന്ത് പ്രോഗ്രാമാ? അമ്മക്ക് ഞാൻ ടിവിന്റെ പേര് പഠിപ്പിച്ചു കൊടുത്തു. അതെയാ? അമ്മാമ്മക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നാന്ന് അത് ഞെക്കാനറിയാം. ഓണാങ്ങ പിന്നെ ഏതെങ്കിലും അത് ഓഫായ ഇത് വെക്കുക, ഇത് വെക്കുക, ഇത് വെക്കുക. എന്നിട്ട് എനിക്കില്ലേ ഇത് വെക്കണമെങ്കിൽ ഇത് വെക്കുക, ഇത് വെക്കുക. യൂട്യൂബ് വന്നാൽ നടുക്ക് വെക്കുക. യൂട്യൂബ് വന്നാണ് നടുക്ക് വെക്കുക. യൂട്യൂബ് വന്നാലോ നടുക്ക് വെക്കണ്ട. ഈ നടുക്ക് നടുക്ക് വെക്കുക. അത് മറന്നു പോകും തോന്നുന്നു. നടുക്ക് വെക്കുക. എന്നിട്ടൊരു കാരണം അറിയാത്തൊരു സാധനം വരും. എന്നാ ഇതും 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 എല്ലാം മുന്നേക്കണം. അമ്മാമ്മക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മോള്. സൈഡ് തായില് നടുക്ക്. അല്ല എല്ലാം ഞെക്കണം പോലെ അന്നേരം എന്താ അവിടെ ഓണായിട്ടാ. ഇവള് വളരെ കൃത്യമായിട്ട് അമ്മാമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ മുന്നിൽ നിന്ന് മാറണല്ലേ? മേതൂട്ടി കടയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി എപ്പോഴും കൊണ്ടുവരും അല്ലേ? എപ്പോഴും നോക്കി പിടിച്ചെടുക്കുന്നയാന്നും അല്ല ശ്രീനാട്ടൻ നോക്ക് മേടിച്ചെടുക്ക കണ്ടിട്ട് മേടിച്ചെടുക്കുന്നയാന്നും അറിയില്ല. ഇതാരാ കണ്ടുപിടിച്ച മേതു? എന്നാ ഇത് സാധനം മേതൂട്ടി? ഹലോ, നമ്മൾ ഈ ബട്ടർഫ്ലൈനെ കുറിച്ചാണ് പറയുന്നത്. ബട്ടർഫ്ലൈ ഓരോ സ്ഥലത്ത് ഒരു കൊട്ട ഉണ്ടാവും. ആ കൊട്ട എടുത്തിട്ട് ജെല്ലി ഉണ്ടാക്കും. ജെല്ലി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഓരോരോ വെള്ളയിൽ അയക്കും. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോഴിത് ഇങ്ങനെ സോഫ്റ്റായി വരും. അതാണ് നമ്മളിത്. നീ ഉണ്ടാക്കിയത് ഇത് പുറത്തുനിന്ന് വാങ്ങിയതല്ലേ? കഴിക്കുമ്പോൾ എടുത്തു അത് വായിലേക്ക് അങ്ങനെ കഴിക്കേണ്ടത്. നല്ല അഭിപ്രായം. ഇത് ഇങ്ങനെയൊന്നും അല്ലടോ കഴിക്കേണ്ടത്. അതെ, ആ സ്പൂൺ ഉണ്ട്, അതിന് ഒന്ന് കൊടുത്തിട്ട് നോക്ക്. അതെടിയാ പോയത്? സ്പൂണല്ല, ഒരു കുത്തി കഴിക്കേണ്ട സാധനം ഉണ്ടായിന്. അത് എടിയാ പോയി? മേതു എന്ത് ഇതാ നോക്കിയേ, എന്താ ആക്രാന്ന് പറയാ ഇവളോട്. ഞാനിത് ഇതാ ഇത് ഏറ്റവും ചെറിയ കുഞ്ഞിക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതാ രസമൊന്നുമില്ലാത്ര ഇവരെങ്ങനെ എത്തുന്നത് മൂന്നാലെണ്ണം. പക്ഷെ മേതൂട്ടി കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം കൊണ്ടാ വരല് അല്ലേ? ചോക്ലേറ്റിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി. ബട്ടർഫ്ലൈന്റെ നേരത്തെ ഞാൻ പൊട്ടിയിട്ടേ ക്യാരംസ് കളിക്കുമ്പോ എന്നിട്ട് ഞാൻ റിവെഞ്ച് എടുത്ത് 11 ഇതടിച്ചിട്ട്. അതെ, ഇവൻ പൊട്ടി. എന്നിട്ട് എടുത്ത് എന്റെ സീറ്റ് ഞാൻ ഇവന് കൈമാറി. ആ കൈമാറുമ്പോഴത്തേക്ക് ഇവനും ഭാഗ്യം വന്നു. ഫുള്ള് കോയിൻസ്. ഒറ്റയടിക്ക് 5 എണ്ണം അടിച്ചു, പിന്നെ 3 എണ്ണം അടിച്ചു, പിന്നെ 4 എണ്ണം അടിച്ചു. അങ്ങനെ ഇല്ല കിട്ടി. ലാസ്റ്റ് 11 ആയി. ലാസ്റ്റ് ഞാൻ പൊട്ടി. എനിക്ക് ഒരു കോയിനും ഇല്ലാണ്ട് ഞാൻ പൊട്ടിപ്പോയി. ഇങ്ങനെയുണ്ട് ലുക്ക്. മാക്സിമം മറച്ചിട്ടാണല്ലോ ഇട്ടത്. അത് പുതിയ ട്രെൻഡാണ്. മാർത്തിട്ട് നമ്മളെ കണ്ണു കൊത്തി. ന്യൂ ട്രെൻഡാണ്. എങ്ങനെയുണ്ട്? 4 ആളെ കൂടെ കൂട്ടാ മാക്സിന്റെ ഉള്ളിൽ. അമ്മമ്മക്കേ അത് അത്രേ ഇല്ല. ഇനിയിപ്പോ ഓന്റെ താമ്പനി 4 ആളും കൂടെ സ്ഥിരാക്കുന്ന മാക്സിനെ. ഇതിനാട്ട് എന്ന പരിപാടി ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുന്നു. മേതൂട്ടി മണിക്കൂട്ടൻ ഇതില് ഫേസ് ലോക്ക് ആക്കി വെച്ചു എന്റെ മൊബൈലില്. മണിക്കൂട്ടിന് എല്ലാ ഫോണിലും ഓരോരോ ലോക്കാക്കി വെക്കുന്നുണ്ട്. മണിക്കൂട്ടന്റെ ഫേസ് ലോക്ക് ആക്കി വെച്ചിന്. എന്നിട്ട് അതിപ്പോ ഞാൻ എന്റെ മൊബൈൽ എടുക്കുമ്പോല്ലേ അത് പിന്നെ വൈബ്രേറ്റ് ചെയ്യുന്നു ഇങ്ങനെ. അതിപ്പോ ഞാനിപ്പോ അത് കയ്യിലെടുക്കുമ്പോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് വരും. അതോനോ നിങ്ങളേല് ഫേസ് ലോക്ക് ആക്കി, എന്റേലും അതുപോലെ പിന്നെ ഫിംഗർ ലോക്ക് ആക്കി അല്ലേ?
ഇവൻ ഓരോ ഫോൺ എടുത്തിട്ട് ഓരോരോ പരിപാടികളാണ് guys. മേതൂട്ടി എവിടെയാ കയറുന്നത്? താഴെ ഇറങ്ങി അങ്ങനെയില്ല, കുറച്ച് കുർത്തക്കെട്ട പരിപാടികൾ ഇവന്റെ കൈബിലുണ്ട്. ഒരാളിതാ നടത്തം തുടങ്ങിയേ. അപ്പൊ നമ്മളെല്ലാരും ഭക്ഷണം എല്ലാം കഴിച്ചു. ഭക്ഷണം കഴിച്ചു. വളരെ ലൈറ്റ് ആയിട്ട് കഴിച്ചു. ഞാൻ ചോറും പ്രിയ ഓട്സ് ആക്കി തന്നു. അല്ല, ലൈറ്റ് ആയിട്ട് കഴിച്ചു എന്നെല്ലാം പറയുമ്പോ വിചാരിക്കും അത്രയേ കഴിച്ചിട്ട് ഓട്സ് ആക്കിയത്. പക്ഷെ കഴിക്കലെല്ലോണം കഴിച്ചിട്ടേ. ഞാൻ പറയാം, ഞാൻ ചോറ് മീൻ പൊരിച്ചത് അതിന്റെ മുകളിൽ കയറിയതാ. ഞാൻ ചോറ് കഴിച്ചു. ചോറല്ല, കഞ്ഞി. കഞ്ഞി ഞാൻ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ. അല്ല, എന്ത് പറഞ്ഞാലും അത് ഒരേ വിഭവം തന്നെയല്ലേ. ഒരേ വിഭവം. ചോറും അല്ല, ഇന്നപ്പൊ ഉച്ചക്ക് കഞ്ഞിയും ചെറുപയറും കൂടെ ഒരുമിച്ച് വെച്ചിനി. അപ്പൊ മീൻ പൊരിച്ചോണ്ട് അത് വറവ് കഴിച്ചിട്ടേ മണിക്കൂട്ട അതിന്റെ ഇടക്ക്. അതന്നെ ഞാൻ പറയാറുണ്ടേ. കഞ്ഞിയും ചെറുപയറും കഴിച്ചു, മീൻ പൊരിച്ചത് കഴിച്ചു, ചക്കക്കുരുവും പയറും മിക്സ്. നമ്മളാരും കഴിക്കാത്തോണ്ട് ഇവൻ അത് മൊത്തം കഴിച്ചു. വറവില്ലത് അമ്മമ്മ ഇവനും കൂടെ കഴിച്ച് തീർത്തു. അപ്പൊ നമ്മള് അങ്ങനെ എല്ലാം കൂടി ഇന്ന് കഴിച്ച് നമ്മള് ഡിന്നർ കഴിഞ്ഞു. അതെ. അപ്പൊ മേതൂട്ടിക്ക് ഡിന്നർ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുതാ മേതൂട്ടി ഇതിന്റെ മുകളിൽ തുള്ളി കളിക്കുന്നു. ഇതാ ഉള്ള പരിപാടി ചെയ്ത് അതിന്റെ മുകളിലോ കൂടെ തുള്ളി കളിക്കല്. അല്ല, ഓക്കെ കളിക്കാൻ പറ്റൂല ഇതിന്റെ കൂടെ. അതെ, ഓക്കെല്ലാം കേറാൻ പറ്റൂലോ. ആ ജനലിന്റെ അടുത്തെല്ലാം പോയി താഴെ ഇറങ്ങും മേതു. നിന്റെ അച്ഛനാണ് താഴെ ഇറങ്ങാൻ. കാലെല്ലാം ജനലിന്റെ മുകളില്. താഴെ ഇറങ്ങ്. കണ്ടു ഞാൻ. നടക്കാൻ പറ്റില്ല, ഓക്കെ നടക്കാൻ പറ്റൂ. പോയി കിടന്ന് ഉറങ്ങടി, സമയായി. മണിക്കൂട്ട വേണ്ട, ആ ഇല്ലതും കൂടെ പൊട്ടിക്കണ്ടേ. എല്ലാന്ന് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളല്ലേ. ഇനിയിപ്പോ കിടന്നങ്ങ് ഉറങ്ങണം. അപ്പൊ നമ്മൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.